ചേരുന്നുണ്ട്. നമുക്ക് ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയൊക്കെ റെഡ് അലേർട്ട് ആയിരുന്നു. അതിശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലയൊക്കെ സുരക്ഷിതമാണോ? ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും പത്തനംതിട്ടയില് മഴ ശക്തമാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. ഇന്നലെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിരോധനമുണ്ട്. അതിപ്പോഴും തുടരുന്നു. ജൂൺ 1 വരെ, നാളെ വരെ തുടരും ഇത്തരം നിയന്ത്രണങ്ങൾ. കോറികളുടെ പ്രവർത്തനം അടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇത് പുനഃസ്ഥാപിക്കുകയും മരങ്ങൾ വെട്ടിമാറ്റുകയൊക്കെ ചെയ്ത് വൈദ്യുതി പോസ്റ്റുകളും നിലം പതിക്കുന്ന ശക്തമായ കാറ്റ് കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ റാന്നി ഭാഗം, പെരുന്നാട് ഭാഗത്തൊക്കെ കാറ്റിന്റെ ഒരു വലിയ ശക്തി കാരണം മരങ്ങൾ കടപുഴകി വീണ് ആ മേഖലയിലുള്ള ഗതാഗതത്തിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒപ്പം വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിക്കുന്ന സാഹചര്യമുണ്ട്. ഏകദേശം 158ഓളം വൈദ്യുതി പോസ്റ്റുകൾ ഇതുവരെ പല ഭാഗങ്ങളിൽ, ജില്ലയുടെ ഭാഗങ്ങളിൽ കാറ്റും മഴയും കാരണം നിലം പതിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത്തരമൊരു നഷ്ടവും KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോഴും തുടരുകയാണ്. ഗവി അടക്കമുള്ള കുട്ടവഞ്ചി സവാരി കേന്ദ്രം, അതുപോലെ തന്നെ ശബരിമല പാത, അങ്ങനെ ആ മേഖലകളിലേക്കുള്ള യാത്രകൾക്കാണ് നിരോധനമുള്ളത്. നാളെ വരെയാണ്, ജൂൺ 1 വരെയാണ് നിയന്ത്രണമുള്ളത്. എന്തായാലും കോറികളുടെ പ്രവർത്തനം ജില്ലയിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഉരുൾപൊട്ടലും അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം പല സ്ഥലങ്ങളിലും ഈ കാറ്റത്ത്, മഴയോടൊപ്പം വീശിയടയ്ക്കുന്ന കാറ്റത്തും മരങ്ങൾ കടപുഴകി വീടുകളുടെ മുകളിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. അടൂര് അടക്കമുള്ള മേഖലകളിലും, അടൂര് അതുപോലെ തന്നെ പത്തനംതിട്ട പല സ്ഥലങ്ങളിലും ഇന്നലെ കളക്ടറേറ്റിൽ ഒരു മരം വീണു. പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസ് കെട്ടിടം തകർന്ന സാഹചര്യമുണ്ട്. അങ്ങനെ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്ന കാര്യം കൂടി ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആളുകൾ പല സ്ഥലങ്ങളിലും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കും. നേരത്തെ മുൻകൂട്ടി തന്നെ ജില്ലാ ഭരണകൂടം ഈ മഴയ്ക്ക് മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരം അപകടകരമായ മരങ്ങളാണ് ഈ കാറ്റത്ത് മറിഞ്ഞു വീണ് റോഡിലേക്ക് വീണു, അതിൽ വീടുകളുടെ മുകളിലേക്ക് വീണ ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ട്. എന്തായാലും മഴ ശക്തമായ സാഹചര്യത്തിൽ ഇത്തരമുള്ള പ്രശ്നങ്ങൾ കൂടി ജില്ലയിലുണ്ട്. 18 വീടുകൾക്കാണ് ഇത്തരത്തിൽ മരം മറിഞ്ഞു വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. 150ഓളം പോസ്റ്റുകൾക്കും ഒടിഞ്ഞ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പല സ്ഥലങ്ങളിലും വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാലും മഴ ഇപ്പോഴും മലയോര മേഖലയിൽ തുടരുകയാണ്. ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ ഉള്ളത്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ 20 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. നദീതീരങ്ങളിൽ കക്കാട് ആറിന്റെ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കുന്ന നിർദ്ദേശം കൂടി നിലവിലുണ്ട്. നദിയിലെ ജലനിരപ്പ് ഇപ്പോഴും ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. അപ്പം നിലവിൽ അച്ചൻകോൽ, പമ്പ, അതുപോലെ തന്നെ മറ്റു നദികൾ ഉള്ള ആ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നത്. പക്ഷേ ആശങ്കപ്പെട്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതീവ ജാഗ്രത തുടരേണ്ട സമയമാണ്. മുൻകരുതലുകൾ എല്ലാവരും ശ്രദ്ധിക്കണം, അത് പാലിക്കുകയും വേണം. ഈ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഡാമുകളുടെ എല്ലാം ഷട്ടറുകൾ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. ഈ നദീതീരത്തുള്ളവരും ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ആളുകളൊക്കെ ബന്ധുക്കളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറണമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി വരുന്ന ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാനും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും എല്ലാം എല്ലാ പ്രേക്ഷകരും, എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ അസാധാരണമായ മഴയാണ് പെയ്തത്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമല്ല, അല്പം കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് അത്രയും മഴ ഇന്ന് പെയ്യുന്നില്ല എന്നൊരു വലിയ ആശ്വാസകരമാണ്. കഴിഞ്ഞ രാത്രിയിലും മഴയ്ക്ക് അല്പം കുറവുണ്ടായിരുന്നു. എങ്കിലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിൽ ഇന്നലെ വരെ 112 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ഇന്നലെ വരെ 112 വീടുകൾ നശിച്ചിട്ടുണ്ട്. ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും അധികം വീടുകൾ തകർന്നത്. 30 വീടുകൾ ഇവിടെ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയുണ്ട്. തൊടുപുഴ താലൂക്കിൽ 18 വീടുകളും തകർന്നു. അപ്പം കഴിഞ്ഞ 6 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ ജില്ലയിൽ ആകെ 112 വീടുകളാണ് തകർന്നിട്ടുള്ളത്. പേരുപേര ഉടുമ്പൻചോല താലൂക്കുകളിലും വീടുകൾ തകർന്നിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ വിവിധ നിരോധനങ്ങളും തുടരുകയാണ്. ജില്ലയിലെ രാത്രിയാത്ര, മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം ഇന്ന് രാത്രിയിലും തുടരും. ഒപ്പം വിനോദസഞ്ചാര പ്രവർത്തകർ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാഹസിക വിനോദസഞ്ചാരങ്ങൾ, ഒപ്പം വിനോദങ്ങൾ തുടങ്ങിയൊക്കെയായിരുന്നു നിരോധനമെങ്കിൽ ഇപ്പോൾ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനമടക്കം നിരോധിച്ച ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയ്ക്ക്
ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതകളൊക്കെയുണ്ട്. വിവിധ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ മരം ഒടിഞ്ഞു വീഴുന്നുള്ള പ്രതിസന്ധികൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുമളിയിൽ തമിഴ്നാട് മേഖലയിൽ തമിഴ്നാട് ബസ്റ്റാൻഡിൽ ഒരു മരം വീണ ആൾ മരണപ്പെട്ടത് ഉൾപ്പെടെ 3 പേർ ഇപ്പോൾ മരം വീണ് മാത്രം മരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കുകുളത്തും പാമ്പാടുംപാറയിലും തൊഴിലാളികൾ ഈ മരം വീണ് മരിച്ചിരുന്നു. ഒപ്പം വട്ടവടയിൽ കനാലിൽ വീണ ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെട്ടതടക്കം 4 മരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിൽ സംഭവിച്ച ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെ ഈ അപകടങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിശക്തമായ മഴയാണ് മലയോര മേഖലയിൽ, ഹൈ റേഞ്ചിലൊക്കെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് തൊടുപുഴയിലേക്ക് പോകാം. PA സാഗർ ഉണ്ട് വിവരങ്ങളുമായി. സാഗർ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ സാഹചര്യം? തൊടുപുഴ മേഖലയിൽ അടക്കം വ്യാപകമായ മഴയാണ് ഇന്നലെ രാത്രി വരെ പെയ്തത്. എന്നാൽ ഇന്ന് രാവിലോടുകൂടി മഴയ്ക്ക് അല്പം ശമനം ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് ജില്ലയുടെ എല്ലാ മേഖലകളിലും തന്നെ പെയ്തത്. പ്രത്യേകിച്ച് ലോ റേഞ്ച് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപകമായ ഒരു നാശനഷ്ടം ജില്ലയിൽ ഒട്ടാകെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു, വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു, പലയിടത്തും മണ്ണിടിച്ചിൽ, നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കുമളിയിൽ വൈകിട്ടോടെ ലോറിക്ക് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒട്ടേറെ വീടുകളാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇടുക്കിയിലുണ്ടായ മഴയിൽ തകർന്നത്. ഏകദേശം 24 മണിക്കൂറിനിടെ ഉണ്ടായ മഴയിൽ 62 വീടുകളാണ് തകർന്നത്. ഇതിൽ 6 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾ ഭാഗികമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ജില്ലയിലേക്കുള്ള കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ അണക്കെട്ടുകളുടെ കാര്യമാണ്. 4 അണക്കെട്ടുകളാണ് ജില്ലയിൽ കനത്ത മഴയിൽ തുറന്നു വിട്ടിരിക്കുന്നത്. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി, പൊന്മുടി അണക്കെട്ടുകളാണ് മഴയുടെ പശ്ചാത്തലത്തിൽ തുറന്നിരിക്കുന്നത്. കാരണം അണക്കെട്ടിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട്. ഈ നീരൊഴുക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ അടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്നുകൂടി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമുകളുടെ കാര്യത്തിലേക്ക് എത്തിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് 127.85 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2341.48 അടിയാണ്. മറ്റു ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും PA സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, പാലക്കാട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധിയുള്ളത്. അങ്കണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. കലാ, കായിക, മത പഠനശാലകൾക്കെല്ലാം ഈ അവധി ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട്.